ലെവലില് തന്നെ എന്റെ മറുപടി കിട്ടും. തെറിക്കുത്തരം മുറിപ്പത്തില് തന്നെയാണ് ഞാൻ പറയുന്നത്. ചിലവന്മാർക്കൊക്കെ നന്നായി ചൊറി. അങ്ങനെ തന്നെയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാര്യങ്ങള്. അപ്പൊ അവർക്ക് എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത്? എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ സ്വാഗതം ഒന്നും പറയാറില്ല, സ്ട്രൈറ്റ് ഓൺ ടു മാറ്റർ ആണ്. നമ്മുടെ വീഡിയോക്ക് കുറെ കമന്റ്സ് വരാറുണ്ട്, നെഗറ്റീവ് പോസിറ്റീവ്. നെഗറ്റീവ് കമന്റ്സ് എന്ന് പറയാനൊന്നുമില്ല, കാരണം വിമർശനങ്ങളെ അതിൻ്റെതായ രീതിയിൽ എടുക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഞാൻ. പക്ഷേ വിമർശനങ്ങൾ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോയുടെ താഴെ വന്ന് ആരെങ്കിലും പച്ചവരാതം എഴുതിയിട്ട അവർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറുപടി കൊടുക്കാറുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ച കമന്റ് നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ട് മതി. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്റെ വീഡിയോയുടെ താഴെ വരുന്ന ഒരുപാട് കമന്റ്, ഞാൻ പറഞ്ഞില്ലേ ഒരു പരിധി വരെയുള്ള ഭാഷയൊക്കെ ഞാൻ സഹിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്നോട് വന്നിട്ട് നീ ആരാടി, പോലീസാണോ പട്ടാളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് ഇങ്ങോട്ട് വന്ന നീ ആരാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ തിരിച്ചു ചോദിക്കാൻ പോകുന്നത് നീ ആരാടി അല്ലെങ്കിൽ നീ ആരാടാന്നാണ്. അല്ലാതെ അല്ലെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. നമ്മളെ എങ്ങനെ ഒരാൾ അഡ്രസ് ചെയ്യണോ അതുപോലെ തന്നെ നമ്മളെ തിരിച്ച് അഡ്രസ് ചെയ്യത്തുള്ളൂ. അതൊരു വലിയ കുറ്റമാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയത്തില്ല, കാരണം ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഭാഷകളാണ് ഡാ പോടാന്നൊക്കെ എന്റെ വീഡിയോയിൽ വരാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില ആളുകൾ പറയും സഭ്യമായ ഭാഷ യൂസ് ചെയ്യുക. അതായത് ഒരു വലിയ കുറ്റം ചെയ്ത് നിൽക്കുന്ന കുറ്റവാളി അല്ലെങ്കിൽ ഒരു വൃത്തികേട് കാട്ടി നിൽക്കുന്ന ഒരു വ്യക്തി, അവരെ ഒന്നും സ്തുതിച്ച് വളരെ റെസ്പെക്റ്റഡ് എന്ന് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരിക്കലും ഞാൻ കാര്യങ്ങൾ പച്ചയായി തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിച്ചിട്ട് എന്ന് വെച്ചാലും സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റുന്ന വാക്കുകൾ തന്നെയാണ് പറയുന്നത് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ എൻ്റെ വാക്കുകൾ ഒത്തിരി ഷാർപ്പാണ്. ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ ആ കാര്യം ജനങ്ങളിൽ എത്തണം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു തണുത്ത മട്ടിലിരുന്നോണ്ട് എനിക്കിന്ന് പറയാനുള്ളത് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്താൽ നിങ്ങളിൽ എത്ര പേര് എന്റെ വീഡിയോ കാണും? ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാറ്. അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ എന്റെ വീഡിയോയുടെ താഴെ വന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, പച്ചവരാതം വിളിച്ച ഒരു മക്കളോടും ഞാൻ പോയിട്ട് അയ്യോ മോനെ ചേച്ചീനെ അങ്ങനെ വിളിക്കല്ലേ, അങ്ങനെ ഒരു മറുപടി എൻ്റെ കയ്യിൽ നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഈ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ, എസ്പെഷ്യലി ലാസ്റ്റ് ഫ്യൂ വീഡിയോസ് ഭയങ്കര എന്താ പറയുക, ഒരു ടാർഗറ്റഡ് അറ്റാക്ക് തന്നെയാണ്. എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ജോസഫ് ജോൺ കൊരേത്ത്, കമന്റ്സ് ഒക്കെ ഞാൻ ഇവിടെ കാണിക്കാം. ഇയാൾക്കൊന്നും ഉറക്കം പോലും ഇല്ലെന്നേ. ഒരു കമന്റ് 2 കമന്റ്. ഞാൻ ഇയാളോട് പറയുന്നു, താൻ തന്റെ കമന്റുകൾ കോർത്തിണക്കി ഒറ്റ കമന്റ് ആയിട്ട് ഇടറോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വായിക്കാൻ എളുപ്പമുണ്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ 100 കമന്റ് ആണ് ഒരു വീഡിയോക്ക്. അത് ആ 100 കമന്റും വൃത്തികേട് എഴുതി വെക്കുവാണ്. പച്ചവരാതം തന്നെ, അതിൽ ഒരു സംശയം പോലുമില്ല. ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഇങ്ങനത്തെ കമന്റ്സും കാര്യങ്ങളും വരും. പിന്നെ ചില ആളുകൾ പറയുന്നത് നിങ്ങള് ചില കമന്റുകൾ മുക്കുന്നു. ഞാൻ മുക്കുന്നതല്ല. ഒന്നെങ്കിൽ യൂട്യൂബിനെ കുറിച്ച് കുറച്ചെങ്കിലും വിവരവും ബോധവും വേണം. നിങ്ങൾ വൃത്തികേട് വന്ന് എഴുതി വെക്കുമ്പോൾ അതിന്റെ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ യൂട്യൂബ് തന്നെ അതൊക്കെ ഹൈഡ് ആക്കും അല്ലെങ്കിൽ ഹെൽഡ് ചെയ്യും. അല്ലാതെ ഞാൻ ഒരു കമന്റിലും ഞാനൊരു റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടില്ല. എല്ലാ കമന്റും എന്റെ കമന്റ് ബോക്സിൽ കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. എന്ത് കമന്റ് എന്റെ കമന്റ് ബോക്സിൽ കൊണ്ട് എഴുതിയിട്ടാലും എനിക്ക് എന്താ കുഴപ്പം? പറയുന്നത് നിങ്ങൾ. ഇപ്പൊ ഞാനൊരു കാര്യം ഈ യൂട്യൂബിൽ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു വാക്ക് മോശമാണെങ്കിൽ അത് എനിക്കാണ് മോശം. അല്ലാതെ നിങ്ങൾ വന്ന് എന്റെ കമന്റ് ബോക്സിൽ എന്ത് എഴുതി ഇട്ടുകഴിഞ്ഞാലും എനിക്ക് എന്ത് കുഴപ്പം? അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിനെ കാണിക്കുന്നു. ചില ചേച്ചിമാർ വന്നിട്ട് നമ്മളെ ഒരു പേജ് ഉപദേശിക്കും. ഉപദേശം കംപ്ലീറ്റ് എടി പോടി വാടി ചെറ്റ എന്ന് വരെ എഴുതുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത്? ആ ലെവലിൽ തന്നെ എന്റെ മറുപടി കിട്ടും. ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ അവിടെ മിണ്ടാതിരിക്കും. നമ്മൾ പറയത്തില്ലേ, തെറിക്കുത്തരം മുറിപ്പത്തിൽ തന്നെയാണ്. എന്റെ കമന്റ് ബോക്സിൽ വന്ന് ഞാൻ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ കാര്യത്തിന്റെ സീരിയസ്നെസ് അനുസരിച്ച് എന്റെ വാക്കുകൾ കടത്തു പോകാറുണ്ട്. ഞാൻ വളരെ രൂക്ഷമായി തന്നെ പ്രതികരിക്കേണ്ട സ്ഥലം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് രാവിലെ തന്നെ മറ്റ് പല നമുക്കറിയാം ഫാമിലി വ്ലോഗ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ഇടുന്ന് കാണിക്കാം. ഇല്ല, റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്റെ ശൈലി. ഇങ്ങനെ ഞാൻ ചെയ്യത്തുള്ളൂ. ചില വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്ത കുഞ്ഞുമക്കൾ വീഡിയോ കാണണ്ട. എന്തുകൊണ്ടാണ്? അതിൽ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ തന്നെ ഞാൻ പറയും. അതിനിപ്പോൾ ആർക്കും വിഷമം തോന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഒരാളുടെ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണണോ, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അത്
തന്നെ ചെയ്യണം. കുഴപ്പം എന്നറിയോ, ചില ആളുകൾക്ക് റിയാലിറ്റി അറിയത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ യൂട്യൂബിൽ വരുന്നു, ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നു, ക്യാഷ് കിട്ടുന്നു. ഇതൊക്കെ ഞാൻ സമ്മതിച്ചു, റീച്ച് ഉണ്ട്, ക്യാഷ് ഉണ്ട്, ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ചുമ്മാ ഒന്നും കിട്ടത്തൊന്നുമില്ല. അപ്പൊ ചിലവന്മാരൊക്കെ വന്നിട്ട് എന്നെ വെല്ലുവിളിക്കാറുണ്ട്. വെല്ലുവിളിക്കുന്ന രീതികള് ഇപ്പൊ ഈ എന്നെ വന്ന് ഉപദേശിച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കണം. എന്നോട് ഒരുപാട് ഇഷ്ടമായിട്ട് പറയുന്ന ആളുകളുണ്ട്, അവരോടും കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളോട് വന്ന് ഉപദേശിച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ. നമ്മൾ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ഞാൻ പറയില്ലേ കടുത്ത വിമർശനങ്ങൾ, വളരെ മോശമായ വിമർശനങ്ങൾ, നമ്മളെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല അവർ എഴുതുന്നത്. ആ വന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ച് എക്സാമ്പിൾ നമ്മൾ വീഡിയോയിൽ കാണിക്കാം. എല്ലാ കമന്റും കാണിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റത്തില്ല. കാരണം പബ്ലിക്കായി കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് എഴുതിയിരുന്നത്. എന്തിനാണ് എഴുതിയിടുന്നത്? നമ്മൾ നമ്മുടെ വീഡിയോസുമായി കണ്ടിന്യൂ ചെയ്തു പോകരുത്. ഇപ്പൊ ഒരു വ്യക്തി വിചാരിക്കുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ അതിനെക്കുറിച്ച് വിമർശിച്ച് നമ്മുടെ വീഡിയോ കുറെ ജനങ്ങളിൽ എത്തുമ്പോൾ അത് അവരെ നന്നായിട്ട് അവർക്കുള്ള നല്ലൊരു കൊട്ടായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഈ വീഡിയോവുമായി ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങളുടെ കാര്യം പോക്കാണെന്ന് മനസ്സിലാക്കുന്ന ചില ആളുകൾ അവര് നമ്മുടെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളെ വിളിക്കാത്തത് ഒന്നുമില്ലെന്നേ. അപ്പൊ അവന്മാർക്കൊക്കെ പറയേണ്ട രീതിയിൽ നമുക്കൊരു ഹിന്റ് കിട്ടുവാണ്. ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട്, ഞാൻ പറയുന്നത് ചിലവന്മാർക്കൊക്കെ നന്നായി ചൊറിയുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ വീഡിയോകൾ കുറച്ചും കൂടിയും കട്ടിയാക്കത്തേ ഉള്ളൂ, ഒരിക്കലും ബാക്കിലോട്ട് പോകത്തില്ല. നമ്മൾ ഒരു സബ്ജക്ട് സംസാരിക്കുമ്പോൾ റീച്ച് ക്യാഷ് അതിന് മേലെ ആയിട്ട് നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ ഓൾവേസ് പറയാറുണ്ട്. അങ്ങനെ ഞാൻ എന്നും വന്നിരുന്ന് എല്ലാ സബ്ജക്റ്റും വലിച്ചു വാരി ഇട്ട് കിട്ടുന്നതിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല. അത് എന്റെ ചാനലിൽ പോയി നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ വല്ല കാലത്തും എനിക്കൊരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ വന്ന് വീഡിയോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അതാ യൂട്യൂബിൽ ഇരുന്ന് എല്ലാ സബ്ജക്റ്റും വലിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല, എനിക്ക് അതിന്റെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിൽ എനിക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് സംസാരിക്കണം, ഇതിൽ എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കുറെ കാര്യങ്ങളുണ്ട്. ചില സമയത്ത് ഞാനൊരു എന്റർടൈൻമെന്റ് പോലെയും വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും എന്തോ ഒരു സ്വയം പൊങ്ങിയാണെന്ന്. അങ്ങനെ വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഇപ്പൊ ഇത് ഞാൻ ഈ വീഡിയോ ഒന്ന് ഇടാൻ കാരണം കുറെ ആളുകൾക്ക് കുറെ തെറ്റിദ്ധാരണകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകൾ വന്നുകൊണ്ട് സഭ്യമായ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന വിഷയം അനുസരിച്ച് ആ വിഷയത്തിൽ ഞാനൊരു കാര്യം സംസാരിക്കുമ്പോൾ ചില ആളുകളെ അഡ്രസ്സ് ചെയ്യേണ്ട രീതിയിൽ തന്നെ ഞാൻ അഡ്രസ്സ് ചെയ്യും. അതിൽ എനിക്കിപ്പോ ആർക്ക് വിഷമം തോന്നിയാലും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വീണ്ടും പറയുന്നു, അസുഖം അനുസരിച്ച് മരുന്ന് കൊടുക്കണം. ചെറിയ പനിയാണെങ്കിൽ നമ്മൾ ആ പനിക്കുള്ള ചെറിയ തോതിലുള്ള മരുന്ന് മതി. പക്ഷെ നമുക്ക് മാരകമായ അസുഖങ്ങളാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കണം. അല്ലെങ്കിൽ ഒരു കാര്യമില്ലെന്നേ, കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ തന്നെ കൊടുക്കണം. എന്നാലേ അതിനുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവത്തുള്ളൂ. എന്നാലും നിങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോടില്ല. എന്നെ അറിയുന്ന ആളുകൾക്ക്, എന്റെ വീഡിയോ ആദ്യം തൊട്ട് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം ഞാൻ ഇങ്ങനെ തന്നെയാണ്, എനിക്കൊരു വ്യത്യാസമില്ല. ഞാൻ ഇതുപോലെ തന്നെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ പണ്ടേ ഞാൻ അങ്ങനെയായിരുന്നു ഇപ്പൊ ഞാൻ ഇങ്ങനെയായി അങ്ങനെ ഒരു പരിപാടിയില്ല. നമ്മൾ അന്നും ഇന്നും എന്നും ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ തോന്നുവാണെങ്കിൽ നമ്മൾ വ്യത്യാസം വരുത്താം. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് കമന്റ് ഇടാനുള്ള ടൈമൊക്കെ ആയി കേട്ടോ. നിങ്ങളുടെ കമന്റ്സ് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം, നമ്മളിനി ഒന്നും മിണ്ടാതിരിക്കണോ, നമ്മളെ വന്ന് ഒരുത്തൻ വന്ന് ഡാ പോട ഡി ഇങ്ങനെയൊന്നും അല്ലാട്ട മക്കളെ. നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് കാണണം. നമ്മുടെ ജോസഫ് ജോൺ കൊരത്തൊക്കെ അവനെയൊക്കെ ഉണ്ടല്ലോ ചാട്ട് പറഞ്ഞുകൊണ്ട് കെട്ടിട്ടടിക്കേണ്ട കമന്റുകളൊക്കെയാണ് വരുന്നത്. അപ്പം അവന്റെയൊക്കെ കമന്റിന് നമ്മൾ എങ്ങനെ റിപ്ലൈ കൊടുക്കണം? പിന്നെ അവനൊന്നും അത്രമാത്രം പബ്ലിസിറ്റി ഞാൻ കൊടുക്കേണ്ട ഒരു അത്യാവശ്യമില്ല. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഇജാതി കേസ് കെട്ടുകളെ ആ കേസ് കെട്ടിന്റെ മുകളിലേക്ക് വേറെ വെക്കണമെന്നുണ്ട്, വേണ്ട വിട്ടു. ജോസഫ് ചേട്ടാ നിങ്ങൾ ഈ പ്രാവശ്യം രക്ഷപ്പെട്ടു. കേസ് കെട്ടുകളെ നമ്മള് കൊടുക്കേണ്ട അവഗണന കൊടുത്ത് മാറ്റിവെക്കുക തന്നെയാണ്. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾക്ക് കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇട്ടത്. അപ്പൊ കുറച്ച് ചേച്ചിമാരുടെ കാര്യങ്ങളും കൂടി ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ഐഡികൾ ചേച്ചിമാരുടെയാണ്. ചേച്ചിമാരെ സൂക്ഷിച്ചും കണ്ടൊക്കെ കിടുവാട്ടോ. ഇവിടെ വന്ന് തള്ളാനിരുന്ന് കഴിഞ്ഞാൽ ഞാൻ പിടിച്ചൊരു ഉന്ത് തരും. പിന്നെ അവിടെ ഇരുന്ന് മോങ്ങിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങോട്ട് വന്ന് എന്റെ നെഞ്ചത്തേക്ക് കയറാൻ നിൽക്കണതിന് മുമ്പ് മര്യാദയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫൈൽ പിക്കൊക്കെ വെച്ചിട്ട് ഞാൻ ഇതാണ് അനി മനോജ് അല്ലെങ്കിൽ ഞാൻ ശോഭന റൂഹ് എന്നൊക്കെ ഫോട്ടോയൊക്കെ വെച്ച് വന്നിട്ട് നമുക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കാം. ഓക്കെ, അങ്ങനെ ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ട് പറയാ ഒസ് മലയാളി ടോക്സ് ഇങ്ങനെയൊക്കെ എന്നെ പറഞ്ഞു എന്ന്. അപ്പൊ ചേച്ചി പറഞ്ഞ ആ ലവ് ലെറ്റർ ഒക്കെ ഇവിടെ കെടുക്കുവാണ്. അതൊക്കെ ഞാൻ നിങ്ങളെല്ലാരും കാണിക്കാം.
അപ്പൊ ചേച്ചിമാർക്ക് വേണ്ട, ഇപ്രാവശ്യം നമുക്ക് ചേച്ചിമാർക്ക് ഒരു വാർണിംഗ്. പക്ഷെ ശോഭന റൂഹ് ചേച്ചിയും അനി മനോജ് ചേച്ചിയും ഇങ്ങോട്ട് വന്നുണ്ടാക്കുമ്പോ അതുപോലെ തന്നെ മറുപടി അങ്ങോട്ടും കിട്ടും. ഞാനിതൊക്കെ വന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ കമന്റിന്റെ എണ്ണം കുറയ്ക്കരുത് കേട്ടോ. മിനിമം ഒരു 150, ഞാൻ പറഞ്ഞ കൂട്ടി പോകണം മുകളിലോട്ട്. 150 കമന്റെങ്കിലും നമ്മുടെ വീഡിയോയുടെ താഴെ വരണം. നിങ്ങളുടെ ഈ മാനസിക രോഗത്തിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ അത്ര മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ കമന്റ് ഒക്കെ എടുത്തിട്ട് ആളുകളെ കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾക്ക് ഒരു ചെറിയ മറുപടി അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ കമന്റ് ഇടണേലും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ നല്ല ഉഷാറായിട്ട് മുമ്പോട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ വീണ്ടും കമന്റ് ഇടുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടിയും എനർജി കിട്ടി. നമുക്ക് 2 വീഡിയോ കൂടി അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഡീലിൽ അങ്ങോട്ട് പോകാം. നിങ്ങൾ ഒരു വീഡിയോക്ക് 150 200 നിങ്ങളുടെ ഇഷ്ടം പോലെ. നമ്മുടെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഫുള്ള് ഓപ്പൺ ചെയ്തിട്ടേക്കാണ്. ഒരാളുടെ കമന്റും യൂട്യൂബ് എടുത്ത് പിടിച്ച് വെക്കുന്ന കമന്റുകൾക്ക് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്കിങ്ങനെ എപ്പോഴും അയ്യോ കമന്റ് പോയോ അങ്ങനെ നോക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളെ പോലെ ഒരാളുടെ വീഡിയോ കാണുമ്പോഴേക്കും അവിടെ പോയി പെട്ട് കിടക്കാൻ അങ്ങനെ എനിക്ക് തീരെ ടൈമില്ല. അതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ജോസഫേട്ടൻ ആരും ഡിസ്കറേജ് ചെയ്യരുത്. ഇതിന്റെ പേരിൽ ജോസഫേട്ടൻ ആരും കുറ്റം പറയരുത് കേട്ടോ. അയ്യോ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു പോയി. അപ്പൊ അടുത്ത വഴിയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ഒരാൾ മറക്കണ്ട കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയെ കുറിച്ചുള്ളത് നിങ്ങൾ പറയും. നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ സഭ്യമായ രീതിയിലും സംസാരിച്ച ഒരു വീഡിയോ തന്നെയാണ്. പെട്ടെന്ന് തന്നെ നല്ലൊരു വീഡിയോ ആയി തിരിച്ചു വരുന്നത്. ടാറ്റാ.